അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും സുപ്രധാനമായ ഒരു കർത്തവ്യമാണ് അയാളുടെ വിശ്വാസം നേരെയാക്കുക എന്നുള്ളത്. ആ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച സൃഷ്ടാവിലുള്ള വിശ്വാസം. ആ സൃഷ്ടാവ് ഒരുവനേ ഉള്ളൂ എന്നും അവനാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ മുഴുവനും അധിപനെന്നും അവനല്ലാതെ മറ്റൊരു ഇലാഹ് ഇല്ല എന്നും ഉള്ള ഒരു വിശ്വാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹൃദയത്തിൽ രൂഢമൂലമാവുകയും ഉറയ്ക്കുകയും വേണം. അത് ഒരു കർത്തവ്യ നിർവഹണത്തിനോ അതല്ലെങ്കിൽ കേട്ടതിൽ കേട്ടതായി വിശ്വസിക്കുന്നതിനോ അതുമല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു തന്നതിനുള്ളൊരു വിശ്വാസത്തിനോ പോരാ. അള്ളാഹുവിലുള്ള വിശ്വാസം ഒരാൾ അറിഞ്ഞ് അയാളുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി അയാളുടെ വിവേകശക്തി കൊണ്ട് അയാളുടെ ആറാം ഇന്ദ്രിയമാകുന്ന അയാളുടെ വിവേചനം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാൾ അള്ളാഹുൽ വിശ്വസിക്കുമ്പോഴാണ് വിശ്വാസമാകുന്നത്. നിങ്ങൾ നോക്കൂ, ഈ പ്രപഞ്ചത്തിലുള്ള മറ്റൊരു വസ്തുവിലും വിശ്വസിക്കാൻ ബുദ്ധിയുടെ ആവശ്യമില്ല. കാരണം എല്ലാം കാണുന്നതാണ്. കാണുന്ന വസ്തുവിൽ വിശ്വസിക്കാൻ മനുഷ്യന് ബുദ്ധിയുടെ ആവശ്യമില്ല. നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു വിളക്ക്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു പെണ്ണ്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അവിടെ ഉണ്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ ഒരു വസ്തു അവിടെ നിലനിൽക്കുന്നു എന്ന് പറയാൻ നമുക്ക് ബുദ്ധിയുടെ ആവശ്യമില്ല. നമ്മൾക്ക് സാധാരണ പോലെയുള്ള ഒരു വിവേക ശക്തിയുടെ ആവശ്യവും ഇല്ല. നേരെ മറിച്ച് ഈ കാണുന്ന പ്രപഞ്ചങ്ങളെ വിലയിരുത്തി നമ്മളുടെ ചുറ്റുപാടുകളെയും നമ്മളുടെ ശരീരങ്ങളെയും നമ്മുടെ പ്രകൃതിയെയും ഒക്കെ വിലയിരുത്തി ആ പ്രകൃതിയുടെ പിന്നിൽ, അല്ലെങ്കിൽ ആ കാണുന്ന അത്ഭുതകരമായ സൃഷ്ടിജാലങ്ങളുടെ മുന്നിൽ നിന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതിശക്തമായ ഒരു ശക്തി ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ആ ശക്തി എങ്ങനെയുള്ള രൂപത്തിലായിരിക്കണമെന്നും എങ്ങനെയുള്ള അപാരമായ കഴിവുകൾ നിറഞ്ഞതായിരിക്കണമെന്നും വിശ്വസിക്കുമ്പോഴാണ്, മനസ്സിലാക്കുമ്പോഴാണ് ഒരാളുടെ ബുദ്ധിയും വിവേകവും യഥാർത്ഥത്തിൽ കൃതാർത്ഥമാകുന്നത്. നമ്മൾ നോക്കൂ, ഈ പ്രപഞ്ചത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ചുറ്റുപാടിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഈ കാണുന്നതെല്ലാം ചെറിയൊരു വിഗ്രഹത്തിൻ്റെയോ അല്ലെങ്കിൽ ചെറിയൊരു മനുഷ്യൻ്റെയോ അതുമല്ലെങ്കിൽ മനുഷ്യനേക്കാൾ കുറച്ചുകൂടെ ശക്തിയുള്ള ഒരു 5-6 കൈകളോ അല്ലെങ്കിൽ ഒരു 5-6 കാലുകളോ പറക്കാൻ കഴിവുള്ളതോ ആയ മറ്റൊരു മനുഷ്യൻ്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കാൻ സാധാരണ ഒരു ബുദ്ധിയിൽ സാധ്യമല്ല. അവിടെയാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിനെയും ഈ കാണുന്ന അണ്ഡകടാഹങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ആകാശലോകങ്ങളെയും കോടാനകോടി സൃഷ്ടി ജാലങ്ങളെയും പടയ്ക്കാൻ കഴിവുള്ള അനന്തമായ, അവാച്യമായ, അനുപമമായ ഒരു സ്രഷ്ടാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് മനുഷ്യൻ്റെ ബുദ്ധി കടന്നു പോകുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഒരു മനുഷ്യന്, ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ദൈവ നിഷേധിയാകാൻ കഴിയില്ല, ദൈവാസ്തിക്യത്തെ നിഷേധിക്കാൻ കഴിയില്ല. ഒന്നുകിൽ അയാളുടെ ബുദ്ധിയെ അയാൾ മാറ്റിവെക്കണം, അതുമല്ലെങ്കിൽ അയാൾ ഒരു മിഥ്യാലോകത്താകണം, അതുമല്ലെങ്കിൽ അയാളുടെ സ്വന്തം ബുദ്ധി മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കണം. ഇങ്ങനെ അല്ലാതെ ഒരു വ്യക്തിക്ക് നിരീശ്വരവാദിയാകാനോ ദൈവനിഷേധിയാകാനോ കഴിയില്ല. കാരണം ഓരോ അണുവിലും അവൻ്റെ ബുദ്ധി എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കും, ഇത്ര കണ്ട് ബുദ്ധിവൈഭവം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ഏതാണ്? പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ചിന്ത അങ്ങോട്ട് തന്നെ കേന്ദ്രീകരിക്കും. ഏറ്റവും നിസ്സാരമായി നമ്മുടെ കൈകളിലെ വിരലുകൾ, ആ വിരലുകളിലെ വൈജാത്യങ്ങൾ നമ്മൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൊരു വാചകം പറയുന്നുണ്ട്, ബല ഖാദിരീന അല അൻ നുസവ്വിയ ബനാന. ബല അല്ലയോ, ഖാദിരീന അവൻ കഴിവുള്ളവനല്ലയോ, അല അൻ നുസവ്വിയ തരപ്പെടുത്തി തരാൻ, ക്ലിപ്തപ്പെടുത്തി തരാൻ, ബനാനഹു മനുഷ്യൻ്റെ
കരങ്ങളിലെ അവൻ്റെ വിരൽത്തുമ്പുകളെ കൃത്യമാക്കി തരാൻ, ചൊവ്വാക്കി തരാൻ അവൻ കഴിവുള്ളവനല്ലയോ എന്ന്. ഇന്ന് നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി കോഡ് എന്ന് പറയുന്നത്, നമ്മൾ ആധാരമൊക്കെ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ വിരലുകളിലെ പ്രത്യേകമായ വൈജാത്യങ്ങളെയാണ്. അതാണ് യുണീക്ക് ഐഡൻറ്റിറ്റി കോഡ് എന്ന് പറയുന്നത്, UID. അവിടെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം. ഇത് നിസ്സാരമായ നമ്മുടെ വിരലുകളിലെ ഒരു അത്ഭുതം പറഞ്ഞതാണ്. നമ്മുടെ പല്ലുകളിലെ അത്ഭുതം. ഒരു ഡെൻ്റൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് ആ ഡെൻ്റൽ ഡോക്ടർ ഒരു അഡീഷണലായിട്ടൊരു പല്ല് വെച്ച് തന്നതിന് ശേഷം കുറച്ച് നേരം രാഗും ആ പല്ലുകൾ, എന്നിട്ട് ഒരു വസ്തു വെച്ചിട്ട് കടിച്ചു നോക്കാൻ പറയും. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം നമുക്ക് ബോധ്യമാകുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾക്ക് വെറുതെ മുകളിലും താഴെയും ഒരു നിര പല്ലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് തരുകയല്ല ചെയ്തിട്ടുള്ളത്. ആ മുകളിലുള്ള പല്ലുകളെ താഴെയുള്ള പല്ലുകളുമായി അലൈൻ ചെയ്ത്, ആ മുകളിലുള്ള പല്ലുകളും താഴെയുള്ള പല്ലുകളും കൃത്യമായിട്ട് യോജിക്കുമാറ് വ്യക്തമാക്കി അലൈനാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുകയാണ്. ഇവിടെ യുക്തിവാദികൾ എപ്പോഴും പറയുന്നത് അത് പ്രപഞ്ചത്തിൽ അങ്ങനെ സംഭവിക്കുന്നു, യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നു, അതങ്ങനെ ശാസ്ത്രീയമായിട്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ. എന്ത് ശാസ്ത്രം? ഈ കാണുന്ന പ്രപഞ്ചത്തിലൊക്കെ എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രീയമായി സംവിധാനിച്ച് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ബുദ്ധിവൈഭവം കൊണ്ട്, അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് കൊണ്ട് എല്ലാത്തിനെയും ക്ലിപ്തപ്പെടുത്തി വെച്ചു. അതല്ലാതെ യാദൃച്ഛികമായിട്ട് 1000 തവണ മനുഷ്യൻ ശ്രമിച്ചാലും യാദൃച്ഛികമായിട്ട് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും സംഭവിക്കുകയില്ല എന്ന് അവൻ്റെ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ പല കാര്യങ്ങളിലൂടെ അവൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് ചിന്തിക്കാനും അവനിലേക്ക് എത്തിച്ചേരാനുമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ബുദ്ധിശക്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് നമ്മുടെ വിവേകത്തെയും നമ്മുടെ ബുദ്ധിയെയും അടുപ്പിക്കേണ്ട നമ്മുടെ കടമയാണ്. ആ സൃഷ്ടാവിനെ കണ്ടെത്തൽ മറ്റൊരാളെ പിൻപറ്റി കൊണ്ട് മാത്രം സാധ്യമല്ല, മറിച്ച് നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും അവൻ്റെ കഴിവിനെക്കുറിച്ചുമൊക്കെ യഥാർത്ഥ ബുദ്ധിയിൽ ചിന്തിച്ച് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്ന അടിമകളാകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.